തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ വിജയിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. സന്ദീപ് വാര്യർ ആദ്യം മുതൽ ലീഡ് ഉയർത്തിയിരുന്നു. മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇതുവരെ LDF മാത്രം വിജയിച്ചു വന്ന മണ്ഡലമാണ് തൃക്കരിപ്പൂർ. അവിടെയാണ് UDF ഒരു അട്ടിമറി വിജയം നേടിയത്. UDF LDF സംബന്ധിച്ചിടത്തോളം കയ്യൂർ ചീമേനി ഉൾപ്പെടെ വലിയ CPM പാരമ്പര്യമുള്ള പ്രദേശമാണ്. അവിടെ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ വിജയിച്ച് വന്ന മണ്ഡലം. പുതിയ മണ്ഡല രൂപീകരണം നടന്നതിന് ശേഷം ഇതുവരെ LDF അവിടെ പരാജയപ്പെട്ടിട്ടില്ല. സന്ദീപ് വാര്യർ UDF സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ അതിന്റെ തുടക്കം മുതൽ UDF-ൽ ചിട്ടയാർന്ന പ്രവർത്തനമുണ്ടായിരുന്നു. വലിയ രൂപത്തിലുള്ള പ്രവർത്തനം അവിടെ നടന്നു. ആദ്യം മുതൽ തന്നെ UDF അട്ടിമറി വിജയം പ്രതീക്ഷിച്ചിരുന്നു. ആ സ്വഭാവത്തിൽ അട്ടിമറി വിജയം തന്നെ UDF-ന് തൃക്കരിപ്പൂരിലുണ്ടായി. ഇതിന് സമാനമായത് ഉദുമയിലും UDF അട്ടിമറി വിജയം 35 വർഷത്തിന് ശേഷമാണ് UDF-ൽ ഒരു MLA ഉദുമയിൽ ഉണ്ടാവുന്നത്. കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് MLA-മാരില്ല. കഴിഞ്ഞ 7 തവണകളിലായി 7 തവണകൾക്ക് മുൻപാണ് കോൺഗ്രസിന് കാസർഗോഡ് ജില്ലയിൽ MLA ഉണ്ടായിരുന്നു. ഇത്തവണ 2 MLA കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് മാത്രമായി ഉണ്ടാവുന്നു. UDF-ന് 4 MLA-മാരെ കിട്ടുന്നു. കാഞ്ഞങ്ങാട് മാത്രം LDF-ന് എന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നതാണ് വിജയിച്ചു കയറിയിരിക്കുന്നതാണ് ഷഫീഖ് നസ്രൂദ പറയുന്നത്. പ്രമോദ് സാർ ഇവിടെ ശ്രദ്ധിക്കുക, സന്ദീപിന് എവിടെ സീറ്റ് കൊടുക്കുമെന്നുള്ളൊരു തർക്കം കോൺഗ്രസിനുണ്ടായിരുന്നു. തൃക്കരിപ്പൂരിലേക്ക് അദ്ദേഹത്തെ അയക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു വൈമനസ്സുണ്ടായിരുന്നു. ജയിക്കാൻ കഴിയുമ്പോൾ ഒരു കോട്ടയാണ്. നോക്കുക, ഏറ്റവും അവസാനമാണ് സീറ്റ് കൊടുത്തത്. BJP മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ തോൽക്കുകയും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിക്കുകയും ചെയ്യുക എന്നുള്ള BJP-ക്ക് അചിന്ത്യമായ ഒരു അവസ്ഥയാണ്. ഓക്കെ, അവിടെ BJP-യുടെ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ പാളിയത്. തൃക്കരിപ്പൂരിൽ സാധാരണയായി അവിടെ ഒരു BJP സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ 10,000-ലധികം വോട്ട് നേടിയ BJP സ്ഥാനാർത്ഥി ഇവിടെ 2020 സ്ഥാനാർത്ഥി അത്ര വോട്ട് നേടാനായില്ല. അത് സന്ദീപിന് ഗുണകരമായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് സംശയമില്ല. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് 2020 എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അറിയൂല. ഇല്ല തീർച്ചയായിട്ടും അതെ. അപ്പൊ അത്തരം ഒരു മണ്ഡലത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇത് ഉറപ്പായിട്ടും 14,000-ഓളം ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തൃക്കരിപ്പൂരിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നു. അതിനെയും കടത്തി അതിന് സമാനമായ സ്വഭാവത്തിൽ അവിടെ പോളിംഗ് നടന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് കേരളത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ് അജിംസെ. ഇപ്പോൾ 100-ലധികം സീറ്റ് കിട്ടുക എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കടന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയും വന്നിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ബഹുദൂരം മുന്നിലായി. അപ്പോൾ കൂത്തുപറമ്പിൽ ഒരു റൗണ്ട് മാത്രം ബാക്കി നിൽക്കെ 674 വോട്ടും മാത്രമാണ്. ഒരു വനിത ബിജീഷ് ഇനി എണ്ണാനുള്ളത് ലീഗ് ശക്തി അല്ല UDF ശക്തി കേന്ദ്രങ്ങളാണോ?